രാവിലെ തന്നെ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയതാ കേട്ടോ. അന്നേരമാണ് വിളിച്ചു പറയുന്നത് ചെല്ലണ്ടാന്ന്. എന്നാൽ പിന്നെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ദിവസം മുളക് പറിക്കാൻ പറയുന്നു. എന്നാൽ പിന്നെ കൈ കിട്ടിയ ഒരു പാത്രമായിട്ട് ഞാനും ഇറങ്ങി. എന്നാൽ പിന്നെ മുളക് പറിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴത്തേന് ഞാനും വേണ്ടി ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മൂസൂണും കൂടി കേട്ടോ. പിന്നെ അവൾ വന്നത് മുളക് പറിപ്പിക്കാനൊന്നുമല്ല കേട്ടോ. അവൾ വന്നത് എങ്ങനെ മുളക് പറിപ്പിക്കാതിരിക്കാം എന്ന് നോക്കിയാണ്. പിന്നെ അവളുടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മുളക് പറിക്കാൻ പോകാം കേട്ടോ. നമുക്കുള്ളത് മൊത്തം ഈ ടൈപ്പ് പച്ചമുളക് കേട്ടോ. അപ്പം ഈ മുളക് പറിച്ച് വലിയ പരിചയമൊന്നുമില്ല, കൂടുതലും ഞാൻ പറിക്കാറില്ല. പിന്നെ ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി പറിച്ചാൽ നിങ്ങൾ കരുതിയാൽ അതും നിങ്ങളുടെ തെറ്റാണ് കേട്ടോ. ഞാൻ ഇവിടേക്ക് വെച്ചൊക്കെ പറിക്കാറുണ്ട്, ആർക്കും സംശയമൊന്നും തോന്നുന്നില്ലാത്തതുകൊണ്ട് ശരി. അപ്പം ഞാൻ ഇതിനകത്ത് പറിച്ച് നോക്കി, കുഴപ്പമില്ല. ആ പൊട്ടൊക്കെ പറിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറിക്കുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ഈ ടൈപ്പ് മുളക് അറിയാമോ? എനിക്കിത് അതിൻ്റെ പേരറിയത്തില്ല. നിങ്ങൾക്കറിയാമോ ഈ മുളക് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതാട്ടോ നമ്മൾ പുതിയതായിട്ട് വിത്ത് വാങ്ങി മുളപ്പിച്ചേക്കുന്ന തൈകൾ നടാനായിട്ട് ബാഗൊക്കെ നിറച്ച് വെച്ചേക്കും കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ നട്ട തൈകളാട്ടോ. ഇപ്പോൾ ഏകദേശമൊക്കെ കളിച്ച് തുടങ്ങി, പക്ഷേ കാടൊക്കെ ആയി. ഇനി പറിക്കണം. നമ്മുടെ ഏകദേശം മുളക് പുരയൊക്കെ കഴിഞ്ഞു, നമ്മൾ പറിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് കാന്താരി മുളകൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ മുളക് പുരയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ.